പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഒരു ഓഫ്ലൈൻ മാപ്പ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത സാധാരണ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഇതിൽ നമുക്ക് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻസ്, അതായത് ഓഫ്ലൈൻ ആയിട്ട് വരുന്ന മാപ്പുകൾ സേവ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതിനായി നമ്മൾ ആദ്യം മാപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ലഭിക്കുക. ഏറ്റവും മുകളിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏത് ലൊക്കേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിച്ചു. അപ്പോൾ നമുക്ക് എയർപോർട്ട് കാണിച്ചു. ഇനി ഈ എയർപോർട്ടിലോട്ടുള്ള ലൊക്കേഷൻ നമുക്ക് കാണാൻ ഇവിടെ ഏറ്റവും താഴെയുള്ള ഈ ഒരു ഗ്രീൻ കളർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കാർ വഴി പോവുകയാണെങ്കിൽ 40 മിനിറ്റാണ് സമയം കാണിക്കുന്നത്. 27 കിലോമീറ്ററാണ്. അതായത് നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയാൽ 10:21 അവിടെ എത്തും. പിന്നെ സൈക്കിളുണ്ട്, നടന്നു പോകുന്നതുണ്ട്. അത് നമുക്ക് കാർ വഴി പോകുന്നത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 2 റൂട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കോട്ടക്കലാണ്. കോട്ടക്കലിൽ നിന്നും കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് 2 റൂട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റൂട്ടാണ് കാണിക്കുന്നത്. അതിലുള്ള ലൊക്കേഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് എന്ന് അടിച്ചാൽ ഇനി ആ ലൊക്കേഷൻ സ്റ്റാർട്ടായി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ റോഡിലൂടെ പോകണം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഓഫ്ലൈനായി യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. ഗൂഗിൾ മാപ്പ് പോലെയല്ല, ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അമർത്തി യൂസ് ആപ്പ് ഓഫ്ലൈൻ എന്നുള്ള ഈ ഓപ്ഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ മെമ്മറി ഇപ്പോൾ നമ്മൾ ഇത്ര മെമ്മറി ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സജഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള എന്നുള്ള ഒരു മാപ്പാണ് നമുക്ക് സജഷൻ കാണിക്കുന്നത്. അതായത് 230 MB ആണ് കേരളത്തിൻ്റെ മാപ്പ് ഉള്ളത്. അത് നമുക്കിവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആവുന്നതാണ്. ഇങ്ങനെ ഈ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിൽ ലൊക്കേഷൻസ് നമുക്ക് ഓൺലൈൻ ഇല്ലാതെ തന്നെ ആക്സസ് ചെയ്യാൻ കഴിയും. അതായത് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ബാറ്ററി വളരെ കുറച്ചേ യൂസ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ബാറ്ററി കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ഫുൾ ടൈം നെറ്റ് ഓൺ ചെയ്ത് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ കഴിയുമ്പോൾ കുറേ ബാറ്ററി ഡ്രെയിൻ ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു പ്രശ്നം ഈ ഒരു രീതിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇത് ഇൻ്റർനെറ്റ് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡൗൺലോഡ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് തൽക്കാലത്തിന്. ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്ത് സാധാ മാപ്പ് പോലെ വർക്ക് ചെയ്യിക്കാം. അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വരുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.